ഒരു കാർഷിക മേഖലയുടെ ഉന്നമനം എന്ന് പറയുന്നത് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങളും കൃഷിയുടെ വിജ്ഞാന വ്യാപനത്തിനായിട്ടുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അത് പ്രതിനിധാനം ചെയ്യുന്ന കർഷകരുടെയും കർഷക സൊസൈറ്റികളുടെയും കർഷക കമ്പനികളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും പ്രവർത്തനങ്ങളിലൂടെ അത് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു കാർഷിക മേഖല അതിന്റെ വികസനത്തിൽ എത്തുകയുള്ളൂ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് മലബാർ കൈപ്പാട് ഫാമർ പ്രൊഡ്യൂസിന കമ്പനിക്ക് അവരുടെ കയറ്റുമതിയുടെ പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനത്തിൽ കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനം 2000 ആണ്ടിൽ ആരംഭിച്ചു. യഥാർത്ഥത്തിൽ നാച്ചുറൽ ഫാമിംഗ് ട്രാക്റ്റായ ഈ കൈപ്പാടിന്റെ പ്രത്യേകത കേരള കേന്ദ്ര ഗവൺമെന്റുകൾ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞ് പദ്ധതികളും മുമ്പോട്ട് പോകുന്നതെങ്കിലും 2000 ആണ്ടിൽ തന്നെ ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് എന്റെ പല പ്രൊജക്ടുകളിലൂടെയും പ്രധാനപ്പെട്ട 4 സികളെ ആൽഫബറ്റ് സി ആസ്പദമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സി എന്ന് പറയുന്നത് കൺസർവേഷൻ ആണ്. കൺസർവേഷൻ എന്നത് ഈ മേഖലയ്ക്കുള്ള ട്രഡീഷണൽ നെല്ലിനങ്ങളും അവയുടെ കോട്ടങ്ങൾ നികത്തിക്കൊണ്ട് നൂതന സാങ്കേതിക വിദ്യകളായ ഓർഗാനിക് പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി പ്ലാൻ ബ്രീഡിംഗ് അടിസ്ഥാനമാക്കി നാടൻ ഇനങ്ങളെ സങ്കലനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇന വികസനം, അങ്ങനെയാണ് 7-1, 7-2, 7-3, 7-4 മിഥില ഇനങ്ങൾ വികസിപ്പിക്കുകയും അവയും ട്രഡീഷണൽ വെറൈറ്റിയും ഒന്നിച്ച് കൺസർവ് ചെയ്തുകൊണ്ട് ഈ മേഖല സംരക്ഷിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ആദ്യത്തെ സിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെട്ട ഇനവൈവിധ്യതയ്ക്കായിട്ട് ഇപ്പോഴും ഈ പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ആണ്. ഇനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖല കൾട്ടിവേറ്റ് ചെയ്യുന്നതിനായി ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ മേഖല 3 ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് 52 ത്രിതല പഞ്ചായത്തുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന മലബാർ കൈപ്പാട് ഫാമർ സൊസൈറ്റി RKVY പദ്ധതിയിലൂടെ രൂപീകരിക്കുകയും പിന്നീട് ഈ സൊസൈറ്റിയെ 2019 കൈപ്പാട് നമ്മുടെ കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്തുകൊണ്ട് കൈപ്പാട് ഏജൻസിയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ കൾട്ടിവേഷനുള്ള ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സിയിലൂടെ നടത്തിയത്. പിന്നീടുള്ള തേർഡ് സി എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. കൺസംഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രവർത്തനം ഇതിന്റെ ന്യൂട്രീഷൻ ക്വാളിറ്റി അനാലിസിസിലൂടെ ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കൈപ്പാട് അരിക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന ഭൗമസൂചിക പദവി നേടിക്കൊടുക്കുകയും അതുവഴി അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അത് കഴിക്കാനുള്ള നമ്മൾ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരുന്നു നീങ്ങിയത്. നാലാമത്തെ സി എന്ന് പറയുന്നത് കമേഴ്സ് ആണ്. അതായത് ഈ മേഖല പ്രതിനിധാനം ചെയ്യുന്നത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ്. അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിന് ആവശ്യമായിട്ട് അതിൽ നിന്നുള്ള ഈ GI നേടിയ കൈപ്പാട് അരിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും അവയുടെ വിൽപ്പന ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ ജില്ലകളിലേക്ക് നടത്തുകയും ഒപ്പം തന്നെ അവയെ ആമസോൺ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ എക്സ്പോർട്ടിലേക്കും എത്തിക്കുകയും അതിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കമേഴ്സ് എന്ന രീതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതിന്റെ ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഭാവിയിലേക്കുള്ളത് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖല ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ വെല്ലുവിളിയാണ് മെക്കനൈസേഷൻ ഇല്ല എന്നതിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ ഫാലോ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ മെക്കനൈസേഷനിലൂടെ ഈ ഏരിയ റിവൈവ് ചെയ്യാനുള്ളതും വെള്ളക്കെട്ട് അശാസ്ത്രീയമായ റോഡ് പ്രവർത്തനത്തിലുള്ള വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങളും ഈ ഏരിയ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് 2 പഠന കമ്മിറ്റികൾ ഓൾറെഡി 3 കൊല്ലം മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രകൃതി വരദാന ഭൂമിയായ ഈ കൈപ്പാടിനെ നമുക്ക് നമ്മുടെ വരും തലമുറക്ക് അതിൻ്റെതായ വിർജിനിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് കൈമാറാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് പ്രതിനിധാനം ചെയ്യുന്ന കർഷകർ അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും പറ്റും. നമസ്കാരം.